മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാനം ഇനി മുതൽ ഡൽഹിയിലായിരിക്കും. ഖായിദെ മില്ലത്ത് സെൻറ്റർ എന്ന് പേരിട്ട ഓഫീസ് സമുച്ചയം ലീഗ് രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. രൂപീകൃതമായി 78 കൊല്ലങ്ങൾക്ക് ശേഷം ആസ്ഥാനം ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുമ്പോൾ തെക്കേ ഇന്ത്യക്ക് അപ്പുറത്തേക്ക് വളർച്ചയാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. ഡൽഹി ദരിയാഗഞ്ചിലെ ശ്യാംലാൽ മാർഗിലാണ് മുസ്ലിം ലീഗിന്റെ പുതിയ ആസ്ഥാന മന്ദിരം. PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് എംപിമാർ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. Election Commission has become tool of Narendra Modi. That is why now the people are gradually realizing that this government is a bogus government. Basically, I am telling you people, 2024 Modi government didn't get a majority as well. They actually stolen the election result. That's what happened. ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും സംരക്ഷിക്കുകയാണ് ലീഗിന്റെ ലക്ഷ്യമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഓരോ പൗരന്റെയും അവകാശങ്ങൾ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഖായിദെ മില്ലത്ത് അവകാശം ശബ്ദം ഉയർത്തിയത്. അദ്ദേഹത്തോടൊപ്പം മഹാനായ CD സാഹിബ് ഉണ്ടായിരുന്നു, പോക്കർ സാഹിബ് ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ചത്. ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെയും സ്വപ്നമായിരുന്നു ഖായിദെ മില്ലത്ത് സെന്റർ എന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ വിഷൻ, ആ മതേതര രാഷ്ട്രീയം പിന്നോക്കക്കാർക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് എന്തുമാത്രം പ്രസക്തമായിരുന്നു എന്നുള്ളത് ഇന്നും ഒരു യാഥാർത്ഥ്യമാണ്. ഇലക്ഷൻ ഫ്രോഡ്, ഡെത്ത് ഓഫ് ഡെമോക്രസി എന്ന വിഷയത്തിൽ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ മുഖ്യപ്രഭാഷണം നടത്തി. 5 നിലകളിലായി സജ്ജീകരിച്ചിരിക്കുന്ന മന്ദിരത്തിൽ ദേശീയ കമ്മിറ്റി ഓഫീസ്, മീറ്റിംഗ് ഹാളുകൾ, വർക്ക് സ്പേസുകൾ, ഡിജിറ്റൽ കോൺഫറൻസ് ഹാൾ, പബ്ലിക് ഹാൾ, ലൈബ്രറി തുടങ്ങിയവയാണ് ഉള്ളത്. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രജിസ്റ്റർ ചെയ്ത മുസ്ലിം ലീഗ് പ്രതിനിധികളും നേതാക്കളുമടക്കം നിരവധി പേർ ചടങ്ങിന്റെ ഭാഗമായി. 24 ഡൽഹി.